ഹലോ വെൽക്കം ടു എജുപോഡ്. യെസ്, ജോഗ്രഫിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് കുറച്ച് ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കൽ നിർബന്ധമായിട്ട് പോകുന്ന, കാണാൻ മറക്കാതെ പോകേണ്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ വെച്ചാൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് സമയം നമ്മൾ പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പരീക്ഷയ്ക്ക് ഇനി വരും എന്ന് നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ സെറ്റായിട്ടിരിക്കുക. എന്ത് ചെയ്യുക, വീഡിയോയുടെ കൂടെ പോരാ. ഓരോ ചോദ്യങ്ങളും എന്താണ്, എങ്ങനെയാണ് ബ്രെയിനിലേക്ക് കയറ്റി വെച്ച് അടുത്തതിലേക്ക് പോയിക്കോളാം കേട്ടോ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് ജോഗ്രഫി 60 ഔട്ട് ഓഫ് 60 മേടിക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അപ്പൊ ആ ഒരു യാത്രയിലെ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നിർബന്ധമാണ്. ആദ്യം നമ്മളിതാ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും നമ്മളെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. ആ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെറ്റായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. ആദ്യം നോക്കൂ, എന്താണ് ചോദ്യം? ഡിഫൈൻ ഹ്യൂമൻ ജോഗ്രഫി. മാനവ ഭൂമിശാസ്ത്രത്തെ നിർവചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം പല രൂപത്തിൽ ചോദിച്ച ചോദ്യമാണ്. പ്രധാനപ്പെട്ട ചില നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങൾ നമ്മൾ അതുപോലെ പഠിച്ചു പോവുകയാണ് വേണ്ടത്. ആരുടെയൊക്കെയാണ് ആ നിർവചനം എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. പിന്നെ ഓരോരുത്തരും എങ്ങനെയാണ് ഹ്യൂമൻ ജോഗ്രഫീനെ ഡിഫൈൻ ചെയ്തത് എന്നും നമ്മൾ പഠിച്ചു വെക്കണം. നോക്കാം എങ്ങനെയൊക്കെയാണുള്ളത്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് റസൽ, അല്ലെ? റസൽ എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഹ്യൂമൻ ജോഗ്രഫി ഇസ് ദ സിന്തറ്റിക് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് എർത്ത് സർഫസ്. ഇവ രണ്ടും തമ്മിലുള്ള ബന്ധമാണ്. ഏതാണ്? മനുഷ്യ ഭൂമിശാസ്ത്രം എന്താണ്? മനുഷ്യ സമൂഹങ്ങളും ഭൂമിയുടെ ഉപരിതലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സിന്തറ്റിക് പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്നതാണ് റസൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റസൽ മലയാളത്തിൽ എഴുതുന്നവര് റസൽ കേട്ടോ, റസൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റസൽ പറഞ്ഞ ഡെഫിനിഷൻ ഇതാണ്. റസൽ മാത്രമാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ല. എൽഎൻസി സെമ്പിളിന്റെ ഡെഫിനിഷൻ എന്താണ്? എൽഎൻസി സെമ്പിൾ എന്താ പറയുന്നത്? ഹ്യൂമൻ ജോഗ്രഫി സ്റ്റഡി ഓഫ് ദ ചേഞ്ചിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കണ്ടോ, ദ അൺറെസ്റ്റിംഗ് മാൻ ആൻഡ് ദ അൺസ്റ്റേബിൾ എർത്ത്. രണ്ടുപേരും ചേഞ്ചിങ്ങിന്റെ ടേംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെയൊക്കെ ചേഞ്ചിങ് ആണ്? അൺറെസ്റ്റിംഗ് മാനും ദെൻ അൺസ്റ്റേബിൾ എർത്തും. അശാന്തിയില്ലാത്ത മനുഷ്യനും സ്ഥിരമായ ഭൂമിയും തമ്മിലുള്ള മാറിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹ്യൂമൻ ജോഗ്രഫി എന്നാണ് എൽഎൻസി സെമ്പിൾ പറയുന്നത്. എന്താണ് അടുത്തത്? പോൾ വിഡൽ ഡെ ബ്ലാഷി എന്താണ് പറയുന്നത്? കൺസെപ്റ്റിംഗ് റിസൾട്ടിംഗ് ഫ്രം ദ മോർ സിന്തറ്റിക് നോളജ് ഓഫ് ദ ഫിസിക്കൽ ലോസ് ഗവേണിംഗ് അവർ എർത്ത് ആൻഡ് ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലിവിംഗ് ബീയിങ്സ് വിച്ച് ഇൻഹാബിറ്റ് ഇറ്റ്. കേട്ടോ, നമ്മുടെ ഭൂമിയെ നിയന്ത്രിക്കുന്ന ഭൗതിക നിയമങ്ങളെക്കുറിച്ചും അതിൽ വസിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചും അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കണ്ടോ കൂടുതൽ കൃത്യമായ അറിവിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഹ്യൂമൻ ജോഗ്രഫി എന്ന കോൺസെപ്റ്റ് ഉണ്ടാവുന്നത് എന്നാണ് പോൾ വിഡൽ ഡെ ബ്ലാഷി പറയുന്നത്. കേട്ടോ, പോൾ വിഡൽ ഡെ ബ്ലാഷി പറയുന്നത്. മലയാളക്കാരെങ്ങനെ അത് എഴുതുക? പോൾ വിഡൽ ഡെ ബ്ലാഷി കേട്ടോ, ഇങ്ങനെ വേണം എഴുതാൻ. പോൾ വിഡൽ ഡെ ബ്ലാഷി എന്ന് എഴുതാട്ടോ. ഏതാണ് ഇതിന്റെ പേര് കേട്ടോ. ഓക്കെ, അപ്പൊ പുള്ളി പറഞ്ഞ മൂന്നാമത്തെ ഡെഫിനിഷൻ. ഈ 3 ഡെഫിനിഷനുകൾ, നിർവചനങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, അത് നമുക്ക് നിർബന്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു പുൾ ഫാക്ടർ ഏതാണ്? കുടിയേറ്റത്തിൽ ഒരു ആകർഷ ഘടകം എന്ന് വെച്ചാൽ 2 ഘടകങ്ങളാണ്, 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് 2 ഫാക്ടേഴ്സ് എന്നുള്ള ആദ്യം പഠിച്ചു നോക്കാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. അതാണ് ഈ ചോദ്യം കൊടുത്തൊരു ഉദ്ദേശം കേട്ടോ. അപ്പൊ പുഷ് ഫാക്ടറും പുൾ ഫാക്ടറും ഉള്ളത്. പുഷ് എന്ന് പറയുന്നത് എന്താണ്? പുഷ് എന്ന് പറയുന്നത് താല്പര്യമില്ലാഞ്ഞിട്ട് കൂടെ ഒരു സ്ഥലത്തേക്ക് നമ്മളെ തള്ളിവിടുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യയിൽ യുദ്ധമുണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് യുദ്ധമുണ്ടായി, അതുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ നിർബന്ധിതരാവുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പുഷ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി പുൾ ഫാക്ടർ ഉണ്ട്. പുൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആകർഷിക്കുന്ന ഘടകമാണ് പുൾ ഫാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ പുൾ ഫാക്ടർ ഇതിൽ ഏതാണ്? ഭൂകമ്പം നമ്മൾ ആകർഷിക്കോ? ഇല്ല. പിന്നെ പോവർട്ടി, ദാരിദ്ര്യമുള്ള രാജ്യം നമ്മൾ ആകർഷിക്കോ? ഇല്ല. ഫ്ലഡ് നമ്മൾ ആകർഷിക്കോ? ഇല്ല. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ജോലി സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രാജ്യത്തേക്ക് കുടിയേറാൻ നിർബന്ധിതരാവും, തയ്യാറാവും, അല്ലെ? അതുകൊണ്ട് നമ്മൾ ഗൾഫിക്കും UK, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടല്ലേ, ജോലി സാധ്യത ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആകർഷക ഘടകമാണ് ഏതെന്ന് പറയുന്നത്? തൊഴിൽ സാധ്യത എന്ന് പറയുന്നത്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നോക്കിയേ, പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ദ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്
ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെക്കുറിച്ച് ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളെക്കുറിച്ച് തയ്യാറാക്കാനാണ് ചോദ്യം തന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ പാഠം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ, പലതരത്തിലുള്ള ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം ഒരു ധാരണ ആക്കി വെക്കണം. ചോദ്യം ഈ മൂന്നെണ്ണത്തിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, സാമ്പത്തിക ഘടകങ്ങളുണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, സാമൂഹിക ഘടകങ്ങളുണ്ട്. ഈ 3 ഘടകങ്ങളെ കുറിച്ച് നമുക്ക് മാറ്റി മാറ്റി ചോദ്യം വന്നേക്കാം. സോ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ അവൈലബിലിറ്റി, ജല ലഭ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജലം എന്ന് പറയുന്നത്, ജലമില്ലെങ്കിൽ കൃഷിയില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, കുടിക്കാനില്ല, ഒരു കാര്യങ്ങൾക്കും ഒന്നും നടക്കൂല. അപ്പൊ അതുകൊണ്ട് ജലം മസ്റ്റ് ആണ്, ഇറ്റ്സ് കമ്പൽസറി. സോ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ പ്രധാനപ്പെട്ട ഫാക്ടറാണ് ജല ലഭ്യത എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പല കാര്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ കൂട്ടത്തിൽ എഴുതി കൊടുക്കുക. ഫോർ കാറ്റിൽസ്, ക്രോപ്സ്, ഇൻഡസ്ട്രീസ്, നാവിഗേഷൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കന്നുകാലികൾ, വിളകൾ, വ്യവസായങ്ങൾ. നാവിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഗതാഗതം, ജലഗതാഗതത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വെള്ളത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ വെള്ളം ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ്, അത് ഉണ്ടാവല് നിർബന്ധമാണ്. അടുത്തത് മറ്റൊന്നെന്താണ്, ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങളാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്, ഭൂരൂപത്തിന്റെ കിടപ്പ് അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മളെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. കുത്തനെയുള്ള മലഞ്ചെരുവിൽ പോയിട്ട് ആരെങ്കിലും വീട് വെക്കാറുണ്ടോ? ഇല്ല. കുറച്ചൊരു നിരന്ന കുറച്ച് നിരന്ന പരന്ന കുറച്ചൊരു സ്ലോപ്പ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ എന്തിരിക്കുന്നത്, ആളുകൾ ചൂസ് ചെയ്യാറുള്ളത്, തെരഞ്ഞെടുക്കാറുള്ളത്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് എന്ത് ഏറ്റവും കൂടുതൽ ഒന്നാവുക, കൃഷി ചെയ്യാനും റോഡുകൾ വെക്കാനും വീടുകൾ വെക്കാൻ ഏറ്റവും കൂടുതൽ അവർക്ക് ഉപയോഗപ്പെടുക ഇങ്ങനത്തെ കുറച്ച് നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ സ്ഥലങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും എന്ത് ചെയ്യുക, ആളുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേട്ടോ. ഓക്കെ, പർവ്വത പ്രദേശങ്ങളും കുന്നിൻ പ്രദേശങ്ങളും ഗതാഗത ശൃംഖലയുടെ വികസനത്തെ തടസ്സപ്പെടുത്തുന്നു. അതിനാൽ തുടക്കത്തിൽ കാർഷിക വ്യവസായിക വികസനത്തിന് അനുകൂലമായ പ്രദേശങ്ങളായിരിക്കില്ല അത്തരം പ്രദേശങ്ങൾ എന്നുള്ളതാണ് കേട്ടോ. നോക്കൂ, അപ്പൊ അത്തരം പ്രദേശങ്ങളിൽ എന്താണ് സ്വാഭാവികമായിട്ടും ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളുമാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞ പ്രദേശങ്ങളുമാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ് കാലാവസ്ഥ, ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ആളുകളെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ്. അന്റാർട്ടിക്കയിൽ ആളുകൾ താമസിക്കുന്നില്ല. ആലോചിച്ചാൽ മതി, ചിന്തിക്കാൻ മതി കേട്ടോ. നമ്മൾ മൈൻഡിലേക്ക് വരണം. കാലാവസ്ഥ അടുത്ത ഫാക്ടറാണ് കാലാവസ്ഥ. അന്റാർട്ടിക്കയിൽ താമസിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്, അവിടെ ഭയങ്കര തണുപ്പാണ്, അവിടെ കൊടും തണുപ്പായതുകൊണ്ട് എന്താണ്, അവിടെ ആളുകൾക്ക് താമസിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ ആളുകൾക്ക് താമസിക്കാൻ കഴിയൂല. അപ്പൊ കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അത് നല്ല ചൂടുള്ള എക്സ്ട്രീം ക്ലൈമറ്റ് such as very hot or very cold desert are uncomfortable for human habitation. കണ്ടോ, നമ്മളത് ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും അതായത് അത് കൂടുതൽ ചൂടുള്ള സ്ഥലമാണെങ്കിലും കൂടുതൽ തണുപ്പുള്ള സ്ഥലമാണെങ്കിലും എന്ത് തന്നെയാണ് ഇത്തരത്തില് ആളുകൾ തിരഞ്ഞെടുക്കാത്ത സ്ഥലമാണ്. ഓക്കെ, അപ്പൊ അതിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കാം ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആളുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തൊരു കാര്യം എന്താ നോക്കാം, അതികഠിന മഴ കാലാവസ്ഥ, മഴയൊക്കെ കൂടുതലായിട്ട് പെയ്യുന്ന സ്ഥലങ്ങൾ, മഞ്ഞുവീഴ്ച കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ആളുകൾ എന്ത് ചെയ്യില്ല, താമസിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കില്ല. അടുത്തൊരു കാര്യമാണ് മണ്ണ്, സോയിൽ എന്ന് പറയുന്നത്. നല്ല മണ്ണുള്ള സ്ഥലങ്ങളായിരിക്കും കൂടുതലും ആളുകൾ തിരഞ്ഞെടുക്കുക, താമസിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ടായിരിക്കും നല്ല മണ്ണുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? നോക്കിക്കേ, ഫലഭൂയിഷ്ടമായുള്ള പശിമയുള്ള മണ്ണ് ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. ഇതെന്താണ്, തീവ്രമായ കൃഷി അവർക്ക് അതിന് സഹായിക്കുന്നുണ്ട്. ഇന്റൻസീവ് അഗ്രികൾച്ചറൽ പ്രാക്ടീസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. കൃഷി ചെയ്യുന്നതാണ് ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി ചെയ്യാനുള്ള നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ടായിരിക്കും ആളുകൾ പോകുന്നത്. എക്കണോമിക് ഫാക്ടേഴ്സ്, സാമ്പത്തിക ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാം ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ്, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ്. നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്താ, സാമ്പത്തിക ഘടകങ്ങൾ, എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്കണോമിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, സാമ്പത്തികമായിട്ട് ആളുകൾ തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒന്ന് മിനറൽസ് ആണ്. കണ്ടോ, മിനറൽസ്, ധാതുക്കളാണ് ഒന്നാമത്തത്. ധാതുക്കൾ, മിനറൽസിന്റെ അവൈലബിലിറ്റി. നോക്കിക്കേ, ഏരിയാസ് വിത്ത് മിനറൽ ഡെപ്പോസിറ്റ് അട്രാക്ട് ഇൻഡസ്ട്രീസ്. കണ്ടോ, മിനറൽ ഡെപ്പോസിറ്റ് കൂടുതലുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം എന്തിനെ അട്രാക്ട് ചെയ്യും, ഇൻഡസ്ട്രീസിനെ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് വ്യവസായശാലകൾ അവിടെ ആ ഒരു മിനറലുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളിൽ കൂടുതൽ ജോലി സാധ്യത ഉണ്ടാകാൻ സാധ്യതയില്ലേ? യെസ്, ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. വ്യവസായശാലകൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു മിനറലുള്ള സ്ഥലത്ത് ഒരുപാട് ജോലി സാധ്യത ഉണ്ടാവാനുള്ള കാര്യമാകും അത്.
അപ്പൊ അതുകൊണ്ട് ആ പ്രദേശത്തെ ആളുകൾക്കൊക്കെ ജോലി ഉണ്ടാവുമല്ലോ. യെസ്, അപ്പൊ ആ ആളുകൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ പോലും അവിടേക്ക് കുടിയേറാൻ വേണ്ടിയിട്ട് തയ്യാറാവും. ആളുകൾ അവിടെ വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടും, ഇഷ്ടപ്പെടും. അതാണ് മിനറൽസ്, ധാതുക്കൾ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഖനന വ്യാവസായിക പ്രവർത്തനങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. കണ്ടോ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. യെസ്, then എന്താണ്, സോ സ്കിൽഡ് ആൻഡ് സെമി സ്കിൽഡ് വർക്കേഴ്സ് മൂവ് ടു ദീസ് ഏരിയാസ് ആൻഡ് മേക്ക് ദം ഡെൻസ്ലി പോപ്പുലേറ്റഡ്. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്. ഓക്കെ, ആ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ ഡെൻസ്ലി പോപ്പുലേറ്റഡ്, ഒരുപാട് ആളുകൾ കൂടി താമസിക്കുന്ന ജനസാന്ദ്രത കൂടിയ പ്രദേശമായിട്ട് എന്ത് ചെയ്യുന്നു, അത് മാറുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആഫ്രിക്കയിലെ കട്ടങ്ക സാംബിയ കോപ്പർ ബെൽറ്റ് എന്താണ് ഇത്ര നല്ല ഉദാഹരണമാണ്. ആ ഏരിയയിൽ എന്താണ് ഒരു കോപ്പറിന്റെ നിക്ഷേപം നന്നായിട്ടുള്ളത് കൊണ്ട് ആ ഏരിയയിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു, വന്ന് താമസിക്കുന്നുണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലുമാണ്. ദെൻ അർബനൈസേഷൻ, മറ്റൊന്നാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക ഘടകം. നഗരവൽക്കരണം എന്താണ്, സിറ്റീസ് ഓഫർ ബെറ്റർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. കണ്ടോ, സിറ്റീസിനകത്ത് എന്താണ് ഗ്രാമത്തിലുള്ളതിനേക്കാൾ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാവും. ഒരുപാട് വ്യവസായങ്ങൾ, കടകൾ, ഷോപ്പുകൾ, അല്ലെ, ഒരുപാട് രൂപത്തിലുള്ള ജോലി സാധ്യതകൾ ഉണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യും, ടൗണുകളിലേക്ക് കുടിയേറാൻ തുടങ്ങും. എഡ്യൂക്കേഷണൽ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഗ്രാമത്തിനേക്കാൾ കൂടുതലായിരിക്കും. സ്കൂളുകൾ, ട്യൂഷൻ സെന്ററുകൾ, കോച്ചിങ് സെന്ററുകൾ, അതുകൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബുക്ക് സ്റ്റാളുകൾ, മറ്റ് എല്ലാവിധ സംവിധാനങ്ങളും ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും, ഗ്രാമപ്രദേശത്തുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ നഗരപ്രദേശങ്ങളിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നവരും നഗരപ്രദേശങ്ങളിലേക്ക് കുടിയേറും. മെഡിക്കൽ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റലുകൾ, അവരുടെ സൗകര്യങ്ങൾ, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താനുള്ള ചികിത്സാ സൗകര്യങ്ങൾ, മെഡിസിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രാമത്തിലുള്ളതിനേക്കാൾ കൂടുതൽ അവൈലബിൾ നഗരങ്ങളിലായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആളുകളെ കൂടുതൽ ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. നോക്കുക, ഇത് ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും കുടിയേറുന്നതിലേക്കും നഗരങ്ങളുടെ വലുപ്പത്തിൽ വളരുന്നതിലേക്കും സഹായിക്കുന്നു. യെസ്, വലുപ്പം കൂടും അല്ലെ, ആളുകൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നഗരങ്ങളുടെ വലുപ്പം കൂടി 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 വരും. അപ്പൊ അതാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അതേപോലത്തെ ഒരു ടേമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. എന്താണ്, വ്യാവസായികവൽക്കരണം. എന്താണ്, നേരത്തെ നഗരവൽക്കരണമായിരുന്നു അർബനൈസേഷൻ, ഇപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്, വ്യാവസായികവൽക്കരണമാണ്. വ്യാവസായികവൽക്കരണം എന്ന് വെച്ചാൽ എന്തായിരിക്കും നോക്കിക്കേ, ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റ് പ്രൊവൈഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. കണ്ടോ, ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ഇൻഡസ്ട്രി, ഒരു വ്യവസായശാല സ്ഥാപിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് ആളുകൾ ഒരുപാട് വരും, ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്. കണ്ടോ, അപ്പോൾ ഇതിനാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. അങ്ങനെ ഒരുപാട് വ്യവസായശാലകൾ നിർമ്മിക്കപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയാണെങ്കിൽ ആ സ്ഥലത്ത് എന്താവും, ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ആ ഭാഗത്തേക്ക് വരാൻ തയ്യാറാവും. ജോലിയുടെ മാത്രമല്ല, പിന്നെന്തൊക്കെയാണ്, ഒരുപാട് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർ, കടയുടമകൾ, ബാങ്ക് ജീവനക്കാർ, ഡോക്ടർമാർ, അധ്യാപകർ, മറ്റ് സേവനദാതാക്കൾ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് ജോലി ലഭിക്കാൻ തുടങ്ങും. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കാര്യം, അവരുടേതായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ അവിടെ ഉണ്ടായി വരും. അപ്പോൾ ആളുകൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ കൂടുതലായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കും. ദെൻ കണ്ടോ, ഒരു എക്സാമ്പിളാണ് ജപ്പാനിലെ കോബെ ഒസാക്ക പ്രദേശം. ഒരു ജനസംഖ്യ കൂടുതലായിട്ടുള്ള പ്രദേശമാണ്. എന്താണ് ഒസാക്കയുടെ പ്രത്യേകത, എന്താണ് കോബെ ഒസാക്കയുടെ പ്രത്യേകത, എന്താണ്, കോട്ടന്റെ ഒക്കെ പ്രൊഡക്ഷൻ വളരെ നന്നായിട്ട് ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ്. എന്താണ്, കോബെ ഒസാക്ക റീജിയൻ ഒക്കെ. അപ്പോൾ ആ റീജിയനിലൊക്കെ എന്താണ്, ആളുകൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ മറ്റു പല ഇൻഡസ്ട്രീസും ഉണ്ട് ജപ്പാനിലൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാരണം കൊണ്ട് തിങ്ങിപ്പാർക്കാൻ തയ്യാറാവുന്നു. ഇതിനടുത്താണ് മൂന്നാമത്താണ് എന്താ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്താണ്, സം പ്ലേസസ് അട്രാക്ട് മോർ പീപ്പിൾ ബിക്കോസ് ദേ ഹാവ് റിലീജിയസ് ഓർ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. റിലീജിയസ് ആയിട്ടോ കൾച്ചറൽ ആയിട്ടോ കുറച്ച് ഇമ്പോർട്ടൻസ് അവിടെ ഉള്ളത് കൊണ്ട് ആളുകൾ ആ കാരണം കൊണ്ട് തിരഞ്ഞെടുക്കുന്ന നഗരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം നഗരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരം സ്ഥലങ്ങൾ മതപരമോ സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യമുള്ളതിനാൽ ചില സ്ഥലങ്ങൾ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നു. അത്തരം ആകർഷണത്തെയാണ് നമ്മൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, രാഷ്ട്രീയമായ അസ്വസ്ഥതകൾ, സാമൂഹികവും രാഷ്ട്രീയവുമായ അസ്വസ്ഥതകളുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അകന്നു പോകാൻ, അതായത് അവിടുന്ന് വിട്ടു പോകാനുള്ള സ്ഥലങ്ങളും ആളുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നല്ല കലാപം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുക, അവിടെ തന്നെ ആളുകൾ താമസിക്കാൻ താല്പര്യപ്പെടില്ല, അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടും അല്ലേ. നമ്മൾ കണ്ടതാണ്, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ എന്താണ്, അവിടുത്തെ നല്ല കൾച്ചർ, നല്ല സോഷ്യൽ സിറ്റുവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഈ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് മറ്റൊരു ചാപ്റ്ററിൽ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. മാനവ വികസനം എന്ന ആശയം അവതരിപ്പിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ദ എക്കണോമിസ്റ്റ് ഹു ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഇൻട്രൊഡ്യൂസ്ഡ് ആണ് കേട്ടോ. ആരാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ച ആളാണ് അപ്പോൾ ഈ ചോദിക്കുന്നത്. ഇൻട്രൊഡ്യൂസ് എന്ന വാക്കിന്റെ അർത്ഥം ആദ്യമായിട്ട് ഇതിങ്ങോട്ട് കൊണ്ടുവന്ന ആൾ ആരാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ റസലുണ്ട്, സിംബിളുണ്ട്, അമർത്യാസൻ ഉണ്ട്, മെഹബൂബുൽ ഹക്ക് ഉണ്ട്. ഏതാണ് ഉത്തരം? നമ്മൾ പഠിച്ചതാണ്, മെഹബൂബുൽ ഹക്ക് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്, നെയിം ദ 4 പില്ലേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ഡെവലപ്മെന്റ്. 4 തൂണുകളുടെ പേര് എഴുതുക. മാനവ വികസനത്തിന്റെ 4 തൂണുകളുടെ പേര് എഴുതുക. ഏതൊക്കെയാണ് 4 തൂണുകൾ എന്ന് പറയുന്നത്? 4 പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെ നോക്കൂ. 1 ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപവർമെന്റ്.
ഇതാണ് 4 തൂണുകൾ എന്ന് പറയുന്നത്. 1, 2, 3, 4. ഈ പേരുകൾ ഇതുപോലെ അങ്ങ് പഠിച്ചു വെക്കുക. 4 തൂണുകൾ. എന്താണ് ഇക്വിറ്റി, എന്താണ് സസ്റ്റൈനബിലിറ്റി, എന്താണ് പ്രൊഡക്ടിവിറ്റി, എന്താണ് എംപവർമെന്റ് എന്നുള്ളത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ആ വീഡിയോകളൊക്കെ പോയിട്ട് കണ്ട് നന്നായിട്ട് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുകയും കൂടെ ആ കൂട്ടത്തിൽ ചെയ്യണം കേട്ടോ. ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നത് ശക്തിയുടെ എംപവർമെന്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം കേട്ടോ. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ വേരിയസ് അപ്രോച്ചസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. പ്രധാനപ്പെട്ട വേരിയസ് അപ്രോച്ചസ്, പ്രധാനപ്പെട്ട മറ്റ് സമീപനങ്ങൾ ഏതൊക്കെയാണ്, അപ്രോച്ചസ് ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കാം. അപ്പം നേരത്തെ പറഞ്ഞത് പില്ലേഴ്സ് ആണ്, 4 പില്ലേഴ്സ് അല്ലേ, 4 പില്ലേഴ്സ് ആണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് എന്താണ്, 4 പ്രധാനപ്പെട്ട അപ്രോച്ചസ് എന്താണ്, 4 പ്രധാനപ്പെട്ട അപ്രോച്ചുകൾ ഏതായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 4 അപ്രോച്ചുകളാണ് നമ്മൾ. മറ്റൊരു ചോദ്യം നോക്കിയേ, മാനവിക വികസനത്തിലെ സമീപനങ്ങൾ ഏതെല്ലാം, അപ്രോച്ചസ് ഏതെല്ലാം, പ്രൊഫസർ അമർത്യാസൻ മുന്നോട്ട് വെച്ച സമീപനത്തെ വിശദീകരിക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 4 പഠിച്ചിട്ട് പോകണം, ഏതാണ് വിശദീകരിക്കാൻ പറയുക എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഏത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, അത് വിശദീകരിക്കാൻ തയ്യാറായിട്ട് വേണം പോകാൻ. നോക്കിയ 4 അപ്രോച്ചുകൾ ഏതൊക്കെയാണ്, ദ ഇൻകം അപ്രോച്ച്, വരുമാന സമീപനം. ദ വെൽഫെയർ അപ്രോച്ച്, എന്താണ്, ക്ഷേമ സമീപനം. ദെൻ മിനിമം നീഡ്സ് അപ്രോച്ച്, എന്താണ്, ബേസിക് നീഡ്സ് അപ്രോച്ച് എന്ന് പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ നിർണ്ണയിക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ കാപ്പബിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത് കാര്യശേഷി സമീപനം. എന്താണ്, കാര്യശേഷി സമീപനം അതാണ് 4ാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. യെസ്, ഈ 4 അപ്രോച്ചുകൾ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് പോയി. ഏതൊക്കെയാണ്, വരുമാന സമീപനം, ക്ഷേമ സമീപനം, അടിസ്ഥാന ആവശ്യ സമീപനം, കാര്യശേഷി സമീപനം. ഈ 4 സമീപനങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ 4 എണ്ണം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൽ നമ്മൾ ഒരു ചോദ്യം കൂടെ കൂടുതൽ പറഞ്ഞു, അമർത്യാസൻ മുന്നോട്ട് വെച്ചത് ഇതിൽ ഏതായിരുന്നു എന്നുള്ളത്. അമർത്യാസൻ മുന്നോട്ട് വെച്ചത് ഇതിൽ കാപ്പബിലിറ്റി അപ്രോച്ചാണ്. ആളുകൾക്ക് ചോയ്സസ് ഉണ്ടാവുക എന്നുള്ളതാണ് കാപ്പബിലിറ്റി അപ്രോച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്നാണ് അമർത്യാസൻ പറഞ്ഞ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കാപ്പബിലിറ്റി അപ്രോച്ചാണ്. അത് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യശേഷി സമീപനം ആൻസർ ആയിട്ട് പ്രത്യേകം ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ബാക്കി 3 ഓരോ കാര്യങ്ങളോട് വ്യത്യസ്തമാണ്. വരുമാനം എന്താണ്, ഇൻകത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത്, വരുമാന സമീപനം. ക്ഷേമം എന്താണ്, അവർക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യണം, സാധനങ്ങൾ കൊടുക്കണം, അതിലൂടെ എന്ത് ചെയ്യുക, ആളുകൾ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ള, ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ക്ഷേമ സമീപനം. അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് എന്താണ്, ILO അല്ലേ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILO കൊണ്ടുവന്നതാണ് എന്താ, ഇത്തരത്തിലുള്ള അടിസ്ഥാന ആവശ്യ സമീപനം എന്ന് പറയുന്നത്. എന്താണ്, ആളുകൾക്ക് ബേസിക് നീഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, വെള്ളം, വസ്ത്രം, ഭക്ഷണം, താമസം, പാർപ്പിടം, ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയാൽ മതി, ആളുകൾക്ക് എന്തായിക്കോളും, ഡെവലപ്മെന്റ് ഉണ്ടായിക്കോളും എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഏതാ, അടിസ്ഥാന ആവശ്യ സമീപനം എന്ന് പറയുന്നതാണ് 4 അപ്രോച്ചസ് എന്ന് പറയുന്നത്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണുള്ളത്, ട്രക്ക് ഫാമിംഗ് എന്താണ്, ഫാക്ടറി ഫാമിംഗ് എന്താണ്. ചോദ്യമാണ്, എന്താണ് ഡിഫറൻസ്, ട്രക്ക് ഫാമിംഗിന്റെയും ഫാക്ടറി ഫാമിംഗിന്റെയും ഡിഫറൻസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ട്രക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാർമേഴ്സ് കോൺസെൻട്രേറ്റ് ഓൺ വെജിറ്റബിൾ കൾട്ടിവേഷൻ ഓൺലി. വെജിറ്റബിൾ കൾട്ടിവേഷനാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് എ ട്രക്ക് ഫാമിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത, ട്രക്ക് ഫാംസ് ആർ സിറ്റുവേറ്റഡ് ഇൻ റീജിയൻസ് വിച്ച് ക്യാൻ ബി റീച്ച്ഡ് ഓവർനൈറ്റ്. രാത്രി എന്ത് ചെയ്യാം, രാത്രിയിൽ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പച്ചക്കറി കളക്ട് ചെയ്ത് രാത്രി മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലുള്ള കൃഷിയാണ് എന്ന് പറയുന്നത് ട്രക്ക് ഫാമിംഗ് എന്ന് പറയുന്ന. ട്രക്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് അത് മാർക്കറ്റിലേക്ക് എത്തിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫ്രഷ്നെസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒറ്റ രാത്രി കൊണ്ട് എത്തിച്ചേരാവുന്ന സ്ഥലങ്ങളായിരിക്കും ഇത്. ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കുക. അപ്പോൾ ആളുകൾ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറാവും. ഇത് പഴയതായി കഴിഞ്ഞാൽ ആളുകൾ തയ്യാറാവും ഇല്ല, ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതാണെന്ന് പറയുന്നത് ട്രക്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഫാക്ടറി ഫാമിംഗ് എന്താണ്, ഒരു വലിയ ഫാക്ടറി കെട്ടിയിട്ട് ആ ഫാക്ടറി ഫാമിംഗ് അനദർ ഫോം ഓഫ് ഫാമിംഗ് ഫൗണ്ട് ഇൻഡസ്ട്രിയൽ റീജിയൻ. ഇൻഡസ്ട്രിയൽ രൂപത്തിൽ ഒരു ഫാക്ടറി ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ഫാക്ടറിയിലേക്ക് എന്ത് ചെയ്യുക, ഫാമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കോഴീനെ, താറാവിനെ, ആടിനെ, പശുവിനെ, നമ്മുടെ പോത്തിനെ, ഇതിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരിക, ഫാമായിട്ട് വെച്ചിട്ട് ആ ഫാമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട ഫുഡ്, വെള്ളം, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, മെഡിസിൻ കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം അവിടെ വളർത്തിയെടുക്കുന്നതാണ് ഫാക്ടറി ഫാമിംഗ് എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതുണ്ടാവും. ഫാക്ടറി ഫാമിംഗ് റിക്വയർസ് എന്തൊക്കെയാണ് അവിടെ വേണ്ടി വരിക, ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബിൽഡിങ്സ്, നല്ല ബിൽഡിങ്സ് വേണ്ടി വരും, മെഷീനറീസ് ഒരുപാട് വേണ്ടി വരും, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് സിസ്റ്റംസ്, കാരണം അവർക്ക് ചൂട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പുറത്ത് പോലെ കിട്ടൂല, കാരണം ഒരു ബിൽഡിങ്ങിനുള്ളിലല്ലേ. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ വേണ്ടി വരും. 24 മണിക്കൂറും എന്ത് വേണ്ടി വരും, വെറ്റിനറി സർവീസ് വേണ്ടി വരും. വെറ്റിനറി സേവനങ്ങൾ, അതായത് മൃഗങ്ങളുടെ ആരോഗ്യ പരിചരണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മളവിടെ കണ്ടുവെക്കേണ്ടി വരും. ഇതാണ് ഫാക്ടറി
ഇൻഡസ്ട്രി ഫാമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡറി ആക്ടിവിറ്റീസ് ചാപ്റ്റർ എന്തൊക്കെയാണ് വരാൻ നോക്കാം. നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? റോ മെറ്റീരിയൽ ആണോ, ലേബർ ആണോ, സോയിൽ ഫെർട്ടിലിറ്റി ആണോ? ഇൻഡസ്ട്രിയിൽ സോയിലിന് വല്ല കാര്യമുണ്ടോ? ഇല്ലേ, പൊന്നൊരുക്കുന്നോടത്ത് പൂച്ചക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ എന്താണ്? സോയിൽ ഫെർട്ടിലിറ്റി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. മാർക്കറ്റ് വിപണിയിൽ ഇതിൽ കാര്യമായിട്ട് വരാത്ത സാധനമാണെന്ത്? മണ്ണിന്റെ ഫലഭൂഷ്ഠ എന്ന് പറയുന്നത് സെക്കൻഡറി ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്തെങ്കിലും പ്രൊഡക്ഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ എന്താണ് ഇത്തരത്തിൽ നമ്മൾ സോയിൽ നമുക്ക് അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ. നോക്കിക്കേ, ക്ലാസിഫൈ ആൻഡ് പ്രിപ്പയർ നോട്ട്സ് ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ദർ ഓണർഷിപ്പ്. ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? വർഗീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമസ്ഥത 3 തരത്തിലുണ്ട് അല്ലേ? 3 ടൈപ്പിലാണ് ഉടമസ്ഥതയുള്ളത്. ഏതൊക്കെയാണ്? ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്, ഉടമസ്ഥ അടിസ്ഥാനങ്ങളിലൂടെ എന്തൊക്കെയാണുള്ളത്? ഒന്ന്, പബ്ലിക് സെക്ടറാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളാണുള്ളത്. രണ്ടാമത്തത് പ്രൈവറ്റ് സെക്ടറാണ്, സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളാണുള്ളത്. മൂന്നാമത് ജോയിന്റ് സെക്ടർ, ഇത് രണ്ടും കൂടെ ചേർന്നുള്ള സ്ഥാപനങ്ങൾ. ഗവൺമെന്റിന്റെയും പബ്ലിക്കായിട്ട് കിടക്കുന്ന സാധനവും പ്രൈവറ്റ് ആയിട്ട് കിടക്കുന്ന രണ്ടും കൂടെ ചേർന്നിട്ട് വർക്ക് ചെയ്യുന്ന, 2 കൂട്ടരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളാണ് ജോയിന്റ് സെക്ടർ എന്ന് പറയുന്നത്, സംയുക്ത മേഖലാ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായങ്ങളെ തരംതിരിക്കാൻ പറ്റുക. ഓക്കെ, പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഇറക്കുന്നു, ലാഭം എടുക്കുന്നു ഒക്കെ ഗവൺമെന്റ് ആണെങ്കിൽ അത് പബ്ലിക് സെക്ടർ. അത് മൊത്തം പ്രൈവറ്റിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് വ്യക്തിയും സർക്കാരും രണ്ടും കൂടെ ചേർന്ന് നടത്തുന്നതാണെന്നുണ്ടെങ്കിൽ ജോയിന്റ് സെക്ടർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊച്ചി വിമാനത്താവളത്തിലാണ് സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അല്ലേ? അപ്പോൾ അത് ആ ഒരു സിയാലിൻ്റെ ഉടമസ്ഥാവകാശമൊക്കെ ഇത്തരത്തിലാണ്. എന്താണ്? അതിലൊരുപാട് പ്രൈവറ്റ് വ്യക്തികൾ, യൂസുഫ് അലി, അങ്ങനത്തെ ഒരുപാട് ആളുകൾക്ക് എന്തുണ്ട്? ആ ഒരു സിയാലിൻ്റെ ഷെയർ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഗവൺമെൻറ് സാധനമാണ്. അപ്പം അങ്ങനെ ഒരു പാർട്ണർഷിപ്പിൽ 2 പേരുടെ സംയുക്തമായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ് എന്ത് പറയുന്നത്? സംയുക്ത മേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി കൂടുതൽ പറയണ്ടല്ലോ. യെസ്, നോക്കിക്കേ, ഡിസ്കസ് എനി 4 ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. വ്യവസായങ്ങളുടെ സ്ഥാനഘടനത്തിൽ ഏതെങ്കിലും 4 എണ്ണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഏതെങ്കിലും 4 ഘടകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കുക, ഒരുപാട് 4 അല്ല 40 ഡിസ്കസ് ചെയ്യും നമ്മൾ ഇല്ലേ? ഏതൊക്കെയാണ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ആക്സസ് ടു മാർക്കറ്റ്, പെട്ടെന്ന് എന്ത് ചെയ്യണം? മാർക്കറ്റിൽ എത്താൻ പറ്റുന്ന സംവിധാനം ഉണ്ടായിരിക്കണം. ഇവിടെ ഇൻഡസ്ട്രി തുടങ്ങിയിട്ട് എവിടെയോ കൊണ്ടുപോയി മാർക്കറ്റ് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ കമ്പോള സാമീപ്യം വളരെ അടുത്തുണ്ടായിരിക്കണം. ആക്സസ് ടു റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ആ ഒരു ലഭ്യത വളരെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ കഴിയുള്ളൂ. ഗവൺമെൻറ് പോളിസി ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഗവൺമെൻറ് നയങ്ങൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ നടത്താൻ ആരും തയ്യാറാവുകയില്ല. ദെൻ ആക്സസ് ടു അഗ്ലോമറേഷൻ എക്കണോമിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചുറ്റുവട്ടത്തിൽ ഒരു വലിയ ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇൻഡസ്ട്രീസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വേണ്ടി വരും. അതിനെയാണ് നമ്മൾ അഗ്ലോമറേറ്റഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്, എക്കണോമീസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ആവശ്യമാണ്. ദെൻ അവൈലബിലിറ്റി ഓഫ് ലേബർ, എനർജി അവൈലബിലിറ്റി, തൊഴിലാളികളുടെ ലഭ്യത അല്ലേ? ലേബറിൻ്റെയും എനർജിയുടെ അവൈലബിലിറ്റി. ലേബർ വേണം, തൊഴിലാളികൾ ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് തുടങ്ങാൻ കഴിയില്ല. എനർജി വേണം, ഇലക്ട്രിക് അല്ലേ? മുംബൈ ഒക്കെ ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ മുംബൈയൊക്കെ അത്തരത്തിൽ അറിയപ്പെടാനുള്ള കാരണം എന്താണ്? അവിടെ ഒരുപാട് ലേബർ ആളുകൾ അവിടെ ലഭ്യമായി. അതേപോലെ തന്നെ എന്തുവാണ്? അവിടെ ആ കാലത്തെ നല്ല വൈദ്യുത സംവിധാനങ്ങൾ ലഭ്യമായി എന്നുള്ളതാണ് കേട്ടോ. നോക്കൂ, അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. നോക്കിയ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ ലഭ്യതയാണ് അടുത്തത് ഒന്നെന്ന് പറയുന്നത് കേട്ടോ. നോക്കിയ ടെർഷ്യറി ആൻഡ് ക്വാർട്ടർ എഴുതുന്നത്. എന്താണ് പഞ്ചമ പ്രവർത്തനങ്ങൾ? ഇത് പഠിച്ചു വെക്കണേ നിർബന്ധമായിട്ട്. കൊയിനറി ആക്ടിവിറ്റി എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കണം. പഞ്ചമ പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. നോക്കി, എന്താണ് പഞ്ചമ പ്രവർത്തനങ്ങൾ? കൊയിനറി ആക്ടിവിറ്റീസ് ആർ ദർ പെർഫോംഡ് ബൈ ദ ഹയസ്റ്റ് ലെവൽ ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് പോളിസി ഫ്രെയിമേഴ്സ്. കണ്ടോ, ഹയസ്റ്റ് ലെവലിലെ ഡിസിഷൻ മേക്കേഴ്സും പോളിസി ഫ്രെയിമേഴ്സുമാണ് ആര്? കൊയിനറി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഏറ്റവും ഉയർന്ന തലത്തിൽ തീരുമാനമെടുക്കുന്ന ആളുകളും നയരൂപീകരണം നടത്തുന്ന വിദഗ്ധരുമാണ് കൊയിനറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് ആരാണ്, ഏതാണ് ഈ ജോലി എന്ന് പറയണ്ടേ? യെസ്, നമുക്ക് നോക്കാം. ദർ ആക്ടിവിറ്റീസ് ആർ സുപ്പീരിയർ ഓഫ് ദ നോളജ് ബേസ്ഡ് ആക്ടിവിറ്റീസ് കണക്ട് വിത്ത് ഇൻഡസ്ട്രീസ്. ദർ ഈസ് എ സബ്ടൈൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കാറ്റഗറീസ്. 2 വിധത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അതിൽ കാണാൻ പറ്റും. നോക്കൂ, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ആളുകൾ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഗോൾഡ് കോളർ പ്രൊഫഷണൽസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളാണ് കൊയിനറി ആക്ടിവിറ്റിയിലുള്ള. അപ്പോൾ കൊയിനറി ആക്ടിവിറ്റിയിലുള്ള ആളുകൾ ആരായിരിക്കും? ഗോൾഡ് കോളർ പ്രൊഫഷണൽ എന്നറിയപ്പെടുന്ന ആളുകളായിരിക്കും. ഇവിടെ നോക്കിയാൽ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ, ഗവേഷകർ, സാമ്പത്തിക പണ്ഡിറ്റുകൾ, ഇങ്ങനത്തെ ആളുകളൊക്കെ എന്താണ്? നിയമ ഉപദേഷ്ടാക്കൾ, ഇങ്ങനത്തെ ആളുകളൊക്കെ ഇത്തരത്തിൽ കൊയിനറി ആക്ടിവിറ്റിയിൽ വരുന്ന ആളുകളാണ് കേട്ടോ. നോക്കിക്കേ, കൊയിനറി പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിലേതാണ് എന്നാണ് ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ ഇതിലേതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കി, ഗതാഗതം, എന്തെങ്കിലും ടാക്സി ഓടിക്കുന്ന, ബസ് ഓടിക്കുന്ന ആളാണോ കൊയിനറി പ്രവർത്തനത്തിലുള്ള ആളുകൾ? അല്ലല്ലോ. യെസ്, അതൊരു പ്രവർത്തനമല്ല. അതെ, വാർത്താവിനിമയം,
അല്ലേ? ചാനലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ആളുകളാണോ? അല്ല, അതൊന്നും അല്ല. നമ്മൾ പറഞ്ഞു വാണിജ്യം എന്തെങ്കിലും കച്ചവടം ചെയ്യുന്ന ആളുകളാണ്, ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്, അല്ല. അപ്പം ഇതൊന്നുമല്ല. അപ്പം ഇതിനെയാണ് ആൻസർ. കൺസൾട്ടൻസ്, നിയമോപദേഷ്ടാക്കളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു ഉപദേശകരാണ് ഇത്തരം ഒരു പൊസിഷനിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൊയിനറി ആക്ടിവിറ്റിയുടെ പൊസിഷനിൽ വരുന്ന ആളുകൾ. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? വാട്ട് ഈസ് മീൻഡ് ബൈ ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ? ഗിവ് വൺ എക്സാമ്പിൾ. എന്താണ് ഭൂഖണ്ഡാന്തര റെയിൽ പാത എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക. ഉദാഹരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എണ്ണം ഉണ്ട് അല്ലേ? നമ്മൾ ട്രാൻസ് കനേഡിയൻ റെയിൽവേ, ട്രാൻസ് സൈബീരിയൻ റെയിൽവേ, ട്രാൻസ് ഓസ്ട്രേലിയൻ റെയിൽവേ, നമ്മൾ ഒരുപാട് നമ്മളിത് കണ്ടതാണ്. എന്താണ് ഇത് എന്ന് പറയുന്നത്? എന്താണ് ഈ സാധനം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക്. ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭൂഖണ്ഡത്തിൻ്റെ ടു എൻഡ്സ് ഓഫ് എ കോണ്ടിനെന്റ്, ടു എൻഡ്സ് ഓഫ് എ കോണ്ടിനെന്റ് കണക്റ്റഡ് ബൈ എ റെയിൽവേ ലൈൻ ആൻഡ് വി കോൾ ദം ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ. എന്താണ്? ഒരു ഭൂഖണ്ഡം, ഇതൊരു ഭൂഖണ്ഡമാണ് എന്ന് സങ്കല്പിക്കാം. ഈ ഭൂഖണ്ഡത്തിൻ്റെ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റെയിൽവേ ട്രാക്ക് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ റെയിൽവേ ട്രാക്കിനെയാണ് നമ്മൾ, ഈ ഒരു ബന്ധിപ്പിച്ച റെയിൽവേ ട്രാക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ എന്ന് വിളിക്കുന്നത് ഭൂഖണ്ഡാന്തര റെയിൽ പാത എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരുപാട് പറഞ്ഞു. കനേഡിയൻ റെയിൽവേ, ട്രാൻസ് ഓസ്ട്രേലിയൻ റെയിൽവേ, ട്രാൻസ് സൈബീരിയൻ റെയിൽവേ അല്ലേ? ഒരുപാട് റെയിൽവേസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ രൂപത്തിൽ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് എവിടെ നിന്നാണ്? ആ റെയിൽവേകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കുക. എവിടെ നിന്ന് ഏത് ഭൂഖണ്ഡത്തിലാണ് ഇതുള്ളത് എന്നും അത് ഏത് സ്ഥലങ്ങളെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ എത്ര കിലോമീറ്റർ ദൂരമുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിട്ട് പോവുക. ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചാൽ നമുക്ക് അങ്ങനെയായിരിക്കും അതിന് ആൻസർ ചെയ്യാനുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. മെൻഷൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ മേന്മകൾ എഴുതുക എന്നാണ് പറയുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ട് ഒരുപാട് മേന്മകളുണ്ട്. എത്ര വേണമെങ്കിലും എഴുതാം അല്ലേ? നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാവുന്നേ ഉള്ളൂ. എന്തൊക്കെയാണുള്ളത്? ചീപ്പസ്റ്റ്, ഒരുപാട് ചെലവ് കുറഞ്ഞ മാർഗ്ഗമാണ് അല്ലേ? ഒരുപാട് ചരക്ക് നീക്കത്തിന് ഏറ്റവും പെട്ടെന്ന് ഒരുപാട് ചരക്ക് നീക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് ഈ റെയിൽവേ എന്ന് ഈ പറഞ്ഞ ജലഗതാഗതം എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട്. കാരണം നിങ്ങൾ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ കണ്ടില്ലേ? ഒരുപാട് ചരക്കുകളാണ് ഈ പാസ് ചെയ്യുന്നത്. വിമാനത്തിൽ കഴിയും അതുപോലെ അല്ല. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണ്? ഷിപ്പിലാണ്, വാട്ടറിലാണ് കേട്ടോ. സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ കാർഗോ ട്രാൻസ്പോർട്ട് കേട്ടോ. ഒരുപാട് വലിയ തോതിലുള്ള ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്നു. ഡസ് നോട്ട് കോസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, അത് കുറവാണ് എന്ന് പറയാം കേട്ടോ. നമ്മൾ താരതമ്യേന കുറവാണ്. പൊല്യൂഷനൊക്കെ ഉണ്ട്. പൊല്യൂഷനൊക്കെ അത് ഇത്തരത്തിൽ ഷിപ്പ് ഒരുപാട് നമ്മൾ വെള്ളത്തിൽ കൂടി കഴിഞ്ഞാൽ എന്താണ് പൊല്യൂഷനൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളൊരു ജോഗ്രഫി സ്റ്റുഡൻറ്റ് നിൽക്കുന്നത് മനസ്സിലാക്കി വെക്കുക. എങ്കിലും നമുക്ക് പറയാം മറ്റു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്ന പോലത്തെ പൊല്യൂഷനൊന്നും ആരും ഉണ്ടാക്കുന്നില്ല, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ടാക്കുന്നില്ല. എന്താണ്? മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഇൻട്രനാഷണൽ ട്രേഡ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള ട്രേഡിനാണ് ഏറ്റവും ഉപയോഗപ്രദമെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ പോകുന്നത് എങ്ങനെ തന്നെയാണ്? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കാണ് പോകുന്നത്. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇതെന്ന് പറയുന്നത്. ദ സർവീസ് റിലേറ്റഡ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് വേർഡ്സ്, മെസ്സേജസ്, ഫാക്ട്സ് ആൻഡ് ഐഡിയാസ്. വാക്കുകൾ, വസ്തുതകൾ, സന്ദേശങ്ങൾ, ആശയങ്ങൾ എന്നിവയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടത് ഇതിലേതാണ്? വാക്കുകൾ, ആശയങ്ങളൊക്കെ കൈമാറ്റം ഇതിലേതാണ്? ട്രാൻസ്പോർട്ടേഷൻ ആണോ? വണ്ടി വിളിച്ചായിട്ടാണോ വാക്കുകൾ കൈമാറ്റം ചെയ്യൽ? അല്ല. ദെൻ ടൂറിസം എന്നാണ് സ്പെല്ലിംഗ് മാറിയതാണ്. ടൂറിസം ആണോ ഒരു ആശയത്തിനപ്പുറത്തേക്ക് എത്തിക്കണം? അല്ല. ദെൻ ട്രേഡ് ആണോ? കച്ചവടമാണോ? ഒരു വാക്ക് കച്ചവടം ചെയ്യലാണോ? അല്ലല്ലോ, അല്ല. കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഒരു വാക്കിനെ അപ്പുറത്തേക്ക് എത്തിക്കാൻ ഫോൺ വിളിച്ചിട്ട് പറയാം ഹലോ അല്ലേ? കേരളേ ആ ഒരു സാധനം എന്താണ്? നമ്മൾ ഫോണിലൂടെ ടെലി കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വാർത്താവിനിമയത്തിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയെല്ലാം തെറ്റ്. എന്താണ് ഉത്തരം? ഏതാണ്? വാർത്താവിനിമയമാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ടെലി കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. റൈൻ ജലപാതയുടെ സാമ്പത്തിക പ്രാധാന്യങ്ങൾ രേഖപ്പെടുത്തുക. റൈൻ ജലപാത കൂടുതൽ പഠിച്ചു വെക്കേണ്ട നിർബന്ധമായ ഒരു ചോദ്യമാണ്. റൈൻ ജലപാതയെക്കുറിച്ചുള്ള ചോദ്യം. റൈൻ ജലപാതയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു തന്നെ വെക്കണം. കാരണം ഇൻലാൻഡ് വാട്ടർവേസിൽ, ഭൂമിയുടെ കടലല്ലാത്ത നദിയിലൂടെയുള്ള വാട്ടർവേസിൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർവേ ആണ് ഏതെന്ന് പറയുന്നത്? റൈൻ ജലപാത എന്ന് പറയുന്നത്. അപ്പോൾ റൈൻ ജലപാതത്തിനെ പറ്റി നമുക്ക് ധാരണ ഇല്ല കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകും. റൈൻ ജലപാത എവിടെയാണ് റൈൻ ജലപാത? നോക്കൂ. റിവർ റൈൻ ഫ്ലോസ് ത്രൂ ദ ജർമ്മനി ആൻഡ് നെതർലാൻഡ്സ്. ജർമ്മനിയിലൂടെയും നെതർലാൻഡിലൂടെയുമാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നാവിഗബിൾ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 700 കിലോമീറ്റേഴ്സ്. 700 കിലോമീറ്റർ എന്താണ്? 700 കിലോമീറ്റർ ദൂരത്തേക്ക് ഇത് സഞ്ചാരയോഗ്യമായ നദിയാണിത്. ഈ നദിയിലൂടെയുള്ള സഞ്ചാരമാണ് എന്ത് പറയുന്നത്? റൈൻ ജലപാത എന്ന് പറയുന്നത്. നോക്കിയേ, ഈ മാപ്പിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതാണെന്ത്? റൈൻ ജലപാതയുടെ റൂട്ട് എന്ന് പറയുന്നത്. കണ്ടോ? ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ഒരു ഭാഗമില്ലേ? കണ്ടോ?
ഇതാണ് റൈൻ ജലപാതം എന്ന് പറയുന്നത്. ഈ സാധനം കണ്ടോ, ഈ കളർ ബ്ലാക്കിൽ മാർക്ക് ചെയ്തത്, ഇതാണ് റൈൻ ജലപാതം എന്ന് പറയുന്നത്. അത്രയും വലിയ ജലപാതം, വലിയൊരു വാട്ടർ വേ ആണ് റൈൻ ജലപാതം എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മനിയിലാണ് എന്ത് ചെയ്യുന്നത്, റൈൻ ജലപാതയുള്ളത്. നോക്കിയേ, റൂർ നദി റൈനുമായി ചേരുകയും സമ്പന്നമായ കൽക്കരി പാടത്തിനടുത്തൂടെ ഒഴുകുകയും ചെയ്യുന്നു. അനുബന്ധ വ്യവസായങ്ങൾ വരുന്നതോടെ നദീതടം ഒരു ഉൽപ്പാദന മേഖലയായി മാറുന്നതിൽ അതിശയിക്കാനാവില്ല. ഒരു കൽക്കരി പാടത്തിൻ്റെ അടുത്ത് കൂടെയാണ് ഈ റൈൻ ജലപാത പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ കൽക്കരി ബിസിനസ്സിനെ ഇത് നന്നായിട്ട്, ആ ഒരു പ്രൊഡക്ഷനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമായിട്ട് ഈ ഒരു റൈൻ ജലപാത മാറുകയുണ്ടായി. അപ്പോൾ അത് നന്നായിട്ട് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ദെൻ ഇൻട്രാഷണൽ ട്രേഡ്, ബൈലാറ്ററൽ ട്രേഡും മൾട്ടിലാറ്ററൽ ട്രേഡും എന്താണ് എന്നുള്ളത് വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞത്. ബൈലാറ്ററൽ ട്രേഡ്, ആ പേര് തന്നെ ഉണ്ട്, ബൈ എന്നുള്ളതും മൾട്ടി എന്നുള്ളതും ആലോചിച്ചാൽ തന്നെ നമുക്ക് എന്താണ് ഉത്തരം കിട്ടും. ബൈലാറ്ററൽ ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്, ബൈലാറ്ററൽ ട്രേഡ് എന്ന് വെച്ചാൽ വെൻ ടു കൺട്രീസ് എൻ്റർ ടു എ അഗ്രിമെൻറ്റ് ടു ട്രേഡ് സ്പെസിഫിക് കമ്മോഡിറ്റീസ് ഇറ്റ് ഈസ് ബൈലാറ്ററൽ. രണ്ട് രാജ്യങ്ങളെ നോക്കിക്കേ, രണ്ട് രാജ്യങ്ങൾ പ്രത്യേകം ചരക്കുകൾ വ്യാപാരം ചെയ്യുന്ന കരാറിൽ ഒപ്പുവെച്ചായിട്ട് വ്യാപാരം നടത്തുകയാണെങ്കിൽ അതിനെ ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയും. രണ്ട് രാജ്യങ്ങളായിരിക്കും ഈ കരാർ ഒപ്പിടുക. ഉദാഹരണത്തിന് ഇന്ത്യയും ജപ്പാനും ഒരു കരാർ ഒപ്പിട്ടു, അപ്പോൾ എന്താണ്, ബൈലാറ്ററൽ ട്രേഡ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് വെച്ചാൽ വെൻ ട്രേഡിംഗ് ഈസ് കണ്ടക്റ്റഡ് വിത്ത് മെനി കൺട്രീസ്. കണ്ടോ, പല രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താനുള്ള എഗ്രിമെന്റുകൾ ഒപ്പിടുകയാണെങ്കിൽ, അത്തരത്തിൽ കച്ചവടം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബഹുമുഖ വ്യാപാരം അഥവാ മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ, ജപ്പാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ ഈ രാജ്യങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു കരാർ ഒപ്പിട്ടു, നമ്മളെല്ലാവരും കൂടെ ഭയങ്കര കച്ചവടമാക്കുകയാണ് ഞാൻ പോണത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, മൾട്ടിലാറ്ററൽ ട്രേഡ് ആണ്. ഇങ്ങനെ മൾട്ടിലാറ്ററൽ ട്രേഡ് ഒരുപാട് രാജ്യങ്ങളായിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ്, MFNകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. MFNകൾ എന്താണ്, MFN മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു 5 രാജ്യമായിട്ട് കച്ചവടം ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യ, നമ്മൾ ജപ്പാൻ, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ് 5 രാജ്യമായിട്ട് കച്ചവടം ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ അത് മൾട്ടിലാറ്ററൽ ട്രേഡാണ്. അപ്പോൾ അതിൽ ഇന്ത്യക്ക് ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നേപ്പാളുമായിട്ട് കച്ചവടം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നേപ്പാൾ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, നമ്മുടെ മോസ്റ്റ് ഫേവേർഡ് നാഷനായിട്ട് പരിഗണിക്കും. ഇന്ത്യയായിട്ട് കച്ചവടം ചെയ്യുന്ന മോസ്റ്റ് ഫേവേർഡ് നാഷനാണ് നേപ്പാൾ എന്ന് നമ്മൾ പ്രഖ്യാപിക്കും. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു മൾട്ടിലാറ്ററൽ ട്രേഡിൻ്റെ പ്രത്യേകതയാണ് എന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്, മൊത്തം കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാണ്ട് പരീക്ഷ ഹാളിലേക്ക് പോകരുത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. പാർട്ട് 2 നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോകൾ നന്നായിട്ട് വാച്ച് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്ത് എന്ത് ചെയ്യുക, ആൻസറുകൾ പഠിക്കുക. കൂടുതൽ റെഫറൻസ് ടെക്സ്റ്റിലൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് റഫ് ചെയ്ത് പോവുക. ജോഗ്രഫിയാണ്, ഹ്യൂമാനിറ്റീസ് ആണ്, അത്യാവശ്യം നമുക്ക് എഴുതണം. കണ്ടന്റ് അത്യാവശ്യം നമുക്ക് എഴുതണം. എങ്കിലാണ് നമുക്ക് മാർക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പരീക്ഷ കിടുക, തകർക്ക, തിമിർക്കട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഇറ്റ്സ് മീ മാസിൻ സൈനിങ് ഓഫ്.